നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. നാളെ 2026 ഓഗസ്റ്റ് മാസം 11-ാം തീയതി ചൊവ്വാഴ്ച ദിവസം. നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട 5ഓളം അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. ഓരോ അറിയിപ്പുകളും വളരെ പ്രധാനപ്പെട്ടതാണ്. വീഡിയോ അവസാനം വരെ കാണുക. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാനും നിങ്ങൾ മറക്കരുത്. സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്: ഓണക്കാലത്ത് റേഷൻ അരിയുടെ വില 10 രൂപ 90 പൈസയിൽ നിന്ന് 26 വർദ്ധിപ്പിച്ചുവെന്ന പ്രചാരണം തികച്ചും അവാസ്തവമാണെന്ന് ഭക്ഷ്യവകുപ്പ്. ഓരോ കാർഡിനുമുള്ള സാധാരണ റേഷൻ അരി വീതം കുറച്ചിട്ടുമില്ല, വില കൂട്ടിയിട്ടുമില്ല എന്ന് ഭക്ഷ്യവകുപ്പ് അറിയിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ടൈഡ് ഓവർ വിഹിതം അരി ലഭ്യതയിൽ 2026 ജനുവരി മുതൽ 6459 മെട്രിക് ടണ്ണിലധികം കുറവുണ്ടായി. 33,294 മെട്രിക് ടൺ അരി ലഭിച്ചിരുന്നത് ഇപ്പോൾ 26,835 മെട്രിക് ടൺ അരിയും 6,459 മെട്രിക് ടൺ ഗോതമ്പുമാണ്. ടൈഡ് ഓവർ വിഹിതത്തിൽ വന്ന കുറവ് പരിഹരിക്കാനാണ് സാധാരണ റേഷൻ വീതത്തിന് പുറമെ നീല, വെള്ള, തവിട്ട് കാർഡുകാർക്ക് 26 രൂപയ്ക്ക് അധികം അരി ലഭ്യമാക്കുന്നതെന്ന് ഭക്ഷ്യവകുപ്പ് വ്യക്തമാക്കി. ഇതിനായി ഉയർന്ന വിലയ്ക്ക് 23 രൂപ 20 പൈസയ്ക്ക് OMSS അരി വാങ്ങി പരിമിത സ്റ്റോക്കിനിടയിലും ഓണക്കാലത്ത് ജനങ്ങൾക്ക് ആവശ്യമായി അധിക അരി ലഭ്യമാക്കാനുള്ള നടപടികളാണ് ഭക്ഷ്യവകുപ്പ് സ്വീകരിച്ചത്. അടുത്തതായി പങ്കുവയ്ക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്: ഈ ഒരു ഓഗസ്റ്റ് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം 20-ാം തീയതിക്ക് ശേഷമായിരിക്കും ആരംഭിക്കുക. ഉത്സവ സീസൺ പരിഗണിച്ച് ഒരു മാസത്തെ തുക നേരത്തെ എത്തും എന്നുള്ള റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 4000 രൂപയായിരിക്കും ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കുമായി ലഭിക്കുക. ഇത്തവണയും ക്ഷേമ പെൻഷൻ വീടുകളിൽ ലഭിക്കുന്ന ഗുണഭോക്താക്കൾക്കെല്ലാം തന്നെ ആ ഒരു രീതിയിൽ ലഭിക്കും. അക്കൗണ്ടുകളിൽ ലഭിക്കുന്ന ഗുണഭോക്താക്കൾക്ക് അവരവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലും ലഭ്യമാകും. വരും മാസങ്ങളിൽ ഈ ഒരു വിതരണത്തിൽ മാറ്റമുണ്ടായിരിക്കും. ബാങ്ക് അക്കൗണ്ടുകളിലേക്കായിരിക്കും തുക വിതരണം ഉണ്ടാവുക എന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ കിടപ്പ് രോഗികളായിട്ടുള്ള ആളുകൾക്ക് വീടുകളിൽ എത്തിച്ച് തന്നെ ഈ ഒരു പെൻഷൻ നൽകും. അവർക്ക് മാത്രമായി വീടുകളിലുള്ള വിതരണം ചുരുക്കുകയാണ്. ഓണത്തിന് മുൻപായി തന്നെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം പൂർത്തിയാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്: അടുക്കള ബജറ്റിനെ കാര്യമായി സ്വാധീനിക്കുന്ന ഒന്നാണ് LPG സിലിണ്ടറുകളുടെ വില. അവയുടെ സബ്സിഡി കൂടി നഷ്ടമായാൽ അത് വലിയ നഷ്ടമായിരിക്കും. അങ്ങനെ സബ്സിഡി നഷ്ടപ്പെടാതിരിക്കാൻ LPG KYC പൂർത്തിയാക്കുന്നതിനുള്ള സമയപരിധി അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഓഗസ്റ്റ് 16-നകം KYC നടപടികൾ പൂർത്തിയാക്കാൻ ആവശ്യപ്പെട്ടുള്ള സന്ദേശങ്ങൾ ഉപഭോക്താക്കൾക്ക് ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. സബ്സിഡി നിരക്കിൽ ഗാർഹിക LPG സിലിണ്ടറുകൾ ലഭിക്കുന്നതിന് KYC നിർബന്ധമാണ്. നിശ്ചിത സമയത്തിനുള്ളിൽ KYC പൂർത്തിയാക്കാത്ത ഉപഭോക്താക്കൾക്ക് വാണിജ്യ നിരക്കിൽ സിലിണ്ടറുകൾ വാങ്ങേണ്ടി വന്നേക്കാം. ഓഗസ്റ്റ് 16-നകം KYC പൂർത്തിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇന്ത്യൻ ഗ്യാസ് ഉപഭോക്താക്കൾക്ക് മെസ്സേജുകൾ ലഭിച്ചിട്ടുണ്ട്. അടുത്തതായി പങ്കുവയ്ക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്: സംസ്ഥാന സർക്കാരിന്റെ ഓണത്തോടനുബന്ധിച്ചുള്ള സൗജന്യ ഭക്ഷ്യ കിറ്റിന്റെ വിതരണം ആരംഭിച്ചു. സംസ്ഥാനത്തെ മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾ, അതുപോലെ തന്നെ ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾ എന്നിവർക്കാണ് ഈ ഒരു സൗജന്യ ഭക്ഷ്യ കിറ്റ് ലഭിക്കുക. ഈ ഒരു ഭക്ഷ്യ കിറ്റിൽ 16 ഇനങ്ങൾ ഉണ്ടായിരിക്കും. ആഗസ്റ്റ് മാസം 20-ാം തീയതി വരെയായിരിക്കും വിതരണം ഉണ്ടാവുക. അതുപോലെ തന്നെ 25-ാം തീയതി വരെ ഓണം മെഗാ ട്രേഡ് ഫെയറുകൾ നടക്കും. മറ്റ് 11 ജില്ലകളിൽ ആഗസ്റ്റ് 16 മുതൽ 25 വരെ ഓണം ജില്ലാ ഫെയറുകളും 126 നിയമസഭാ മണ്ഡലങ്ങളിൽ ഓണം മാർക്കറ്റുകളും നടക്കുന്നതാണ്. പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ്.